ഹായ് ഓൾ, എല്ലാവർക്കും അവർ സൂപ്പർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു വ്ളോഗാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു ട്രാവൽ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ടാണെന്നല്ലേ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് പോകാം. കമാൺ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മൾ എവിടെയായിട്ടാണ് പോയതെന്ന്. അതെ, ഇതാണ് നമ്മുടെ കൊല്ലം ബീച്ച്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊല്ലം ബീച്ചിലേക്കാണ്. കൊല്ലം ബീച്ച് ഞാൻ കടലിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല, അങ്ങനത്തെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഇപ്പം കാരണം എന്ന് വെച്ചാൽ ഇപ്പം കാണുന്നില്ലേ, സ്ക്രീനിൽ കാണുന്ന ആ ബോട്ട് പോകുന്നില്ലേ, അവർ ഓൾറെഡി അനൗൺസ് ചെയ്തുകൊണ്ട് പോവുകയാണ്, നിങ്ങൾ കാര്യം കടലിലോട്ട് ഇറങ്ങരുത്, സൂക്ഷിക്കണം എന്നൊക്കെ. കാരണം കൊല്ലം ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്, എപ്പോൾ വേണമെങ്കിലും തിര അടിച്ച് കയറാം. അന്നേരം അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും ഗാർഡ്സ് കാണും. അവർ നമ്മളെ ഇങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇറങ്ങിയില്ല. എന്നും ഇറങ്ങുന്നതാണ്, പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഇറങ്ങാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കരയിൽ നിന്ന് ആസ്വദിച്ചു. കാരണം ഓണമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞാൻ ഇന്നേ വരെ കൊല്ലം ബീച്ചിൽ ഇത്ര തിരക്ക് കണ്ടിട്ടില്ല. ഇന്ന് നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ പട്ടം പറത്തുന്ന ഞാൻ വീഡിയോ കണ്ടില്ലേ, അവിടെ ഫുള്ള് പട്ടം പറത്തിലായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഒരു ഷോപ്പിൽ പൊട്ടറ്റോ ഫ്രൈസ് വാങ്ങാൻ കയറി. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. കഴിച്ച് നോക്കിയപ്പോൾ തണുത്തതായിരുന്നു, അതുകൊണ്ട് പിന്നീട് ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ അവിടേക്ക് ഇങ്ങനെ ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. അവിടെ ഇപ്പോൾ പോകുന്ന കുതിരയില്ലേ, അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ദൂരെ മാറി നിൽക്കണം, അതിന് നമ്മളെ എന്താ പറയുക, നമ്മളെ തട്ടത്തില്ലേ, അങ്ങനെ ചെയ്യുക, അതുകൊണ്ട് മാറി നിൽക്കണം. കൊച്ചു കുതിരയുണ്ടല്ലോ, ഇത് മഹാ അഹങ്കാരി കുതിരയായിരുന്നു. അത് എപ്പോഴും ഇങ്ങനെ ഓട്ടമായിരുന്നു. ആ പിള്ളേർ അതിനെയും കൊണ്ട് എങ്ങനെയോ നടന്നെന്ന് എനിക്കറിയില്ല. പിന്നെ ഫുള്ള് ഞങ്ങൾ പട്ടം പറത്തുന്ന നോക്കി. കുറേ പേര് ഇങ്ങനെ പട്ടം പറത്തും, പിള്ളേരൊക്കെ പട്ടം പറത്തുന്ന ഇഷ്ടം പോലെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ പട്ടമൊന്നും വാങ്ങിച്ചില്ല, ഒരു വട്ടം വാങ്ങിച്ചായിരുന്നു. അവസാനം അത് ആ നൂല് പൊട്ടിപ്പോയതുകൊണ്ട് പിന്നീട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ ഉപ്പുമാങ്ങ കണ്ടപ്പോൾ ഞങ്ങൾ ഉപ്പുമാങ്ങ വാങ്ങാൻ കയറി. അവർ മിക്സ് ചെയ്ത് തരും നമുക്ക്. ഉപ്പുമാങ്ങയും നെല്ലിക്കയും കൂടി നമ്മൾ പറഞ്ഞപ്പം അവർ മിക്സ് ചെയ്ത് തന്നു. രണ്ടും കൂടി എന്തോ 50 രൂപ എന്തോ ആയിരുന്നു. പുതിയ ഫ്രഷ് മാങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് കൂടുതലുള്ളതുണ്ടായിരുന്നു. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് വാങ്ങിയത്. അതൊക്കെ കഴിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു അസ്തമിക്കാറായ സമയത്ത് നമ്മൾ തിരിച്ച് ഹാർബറിലോട്ട് പോയി. ബീച്ചിനടുത്ത് തന്നെ ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ഹാർബർ. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞത് ഹാർബറിലെ എല്ലാ ബോട്ടൊക്കെ വന്നിട്ട് തിരിച്ചു പോയി കാണുമെന്നാണ്. എന്നാലും നമ്മൾ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് പോയതാണ്. പോകുന്ന വഴിയിലുള്ള വ്യൂ ആയി കണ്ടത്. കാണുന്ന രീതിയിൽ തന്നെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ വീഡിയോയിൽ അത്രയും ഭംഗി വന്നിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാലോ, ഞാൻ അടിപൊളി ഫോട്ടോഗ്രാഫർ അല്ല, അത് തന്നെയാണ് അതിൻ്റെ കാരണം. അങ്ങനെ ഞങ്ങൾ നേരെ ഹാർബറിലെത്തി. ഹാർബറിൽ ബോട്ടുകളൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മീൻ വിൽക്കുന്നവരുടെ മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ കയ്യിൽ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തിരികെ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. പക്ഷേ എനിക്ക് സ്റ്റുഡിയോയിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എടുത്ത ഡ്രസ്സുകളൊക്കെ നിങ്ങളെ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അതുവരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.